പ്രപഞ്ചം കണ്ടെത്തിയ മനുഷ്യൻ, ലോകം കണ്ട ഏറ്റവും വലിയ ജ്യോതിശാസ്ത്രജ്ഞൻ, ആധുനിക പ്രപഞ്ചശാസ്ത്രത്തിൻ്റെ പിതാവ് എഡ്വിൻ പവൽ ഹംബിൾ. 1889 നവംബർ 20 അമേരിക്കയിലെ മിസോറിയിലാണ് ഹംബിൾ ജനിച്ചത്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷം കാലിഫോർണിയയിലെ മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററിയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് ഹൂക്കർ ടെലിസ്കോപ്പിൽ അദ്ദേഹം നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പ്രപഞ്ചമെന്നാൽ സൂര്യനടങ്ങുന്ന ക്ഷീരപഥം മാത്രമെന്നായിരുന്നു ധാരണ. പക്ഷേ പ്രപഞ്ചമെന്നാൽ വെറും ക്ഷീരപഥം മാത്രമല്ലെന്നും ക്ഷീരപഥം പോലെ മറ്റനവധി ഗാലക്സികൾ ഉൾപ്പെട്ടതാണ് നമ്മുടെ മഹാപ്രപഞ്ചമെന്നും ഹംബിൾ കണ്ടെത്തി. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ കോടാനുകോടി ഗാലക്സികൾ ഉണ്ടെന്ന് മാത്രമല്ല, അവ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നതായും അകലുന്നതിൻ്റെ വേഗതയാകട്ടെ കൂടുതലല്ലാതെ കുറയുന്നില്ല എന്നും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ നിഗമനത്തിൽ ഇന്ന് ദൃശ്യമായ എല്ലാം ഒരു കാലത്ത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകൃതമായിരുന്നു. ആ ബിന്ദുവിൽ നിന്ന് ബിഗ് ബാങ് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന പൊടുന്നനെയുള്ള വികാസത്തിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന പ്രപഞ്ചമുണ്ടായത്. ഈ കണക്കുകൂട്ടലിൽ നിന്നാണ് പ്രപഞ്ചത്തിൻ്റെ പ്രായം ഏകദേശം 1370 കോടി വർഷങ്ങളാണ് എന്ന് നിർണ്ണയിക്കപ്പെട്ടത്. ജ്യോതിശാസ്ത്രത്തിന് ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹം നൽകിയെങ്കിലും നോബൽ പുരസ്കാരം ലഭിച്ചില്ല. അന്ന് ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു ശാഖയായി ജ്യോതിശാസ്ത്രത്തെ പരിഗണിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് ഉൾപ്പെടുത്തിയപ്പോഴേക്കും ഹംബിൾ കാലയവനികയിലേക്ക് മറയുകയും ചെയ്തു. 1953 സെപ്റ്റംബർ 28 63-ാം വയസ്സിലാണ് എഡ്വിൻ ഹംബിൾ അന്തരിക്കുന്നത്. എഡ്വിൻ ഹംബിളിൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രീയ അറിവിൻ്റെ അതിർത്തിയെ മാറ്റിമറിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മെ ക്ഷീരപഥത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. നമ്മുടേതിനപ്പുറം എണ്ണമറ്റ ഗാലക്സികളുടെ ഒരു സദാ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ നമ്മെ പ്രതിഷ്ഠിച്ചു. ഹംബിളിനോടുള്ള ബഹുമാനാർത്ഥം 1990 നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൂരദർശിനിക്ക് ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് എന്ന പേര് നൽകി. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഹംബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഇപ്പോൾ പ്രപഞ്ചത്തിലേക്കുള്ള നമ്മുടെ ജാലകമായി വർത്തിക്കുന്നു. നമ്മൾ ഇതുവരെ ചോദിക്കാത്ത ചോദ്യങ്ങളും കണ്ടെത്തലിനായി കാത്തിരിക്കുന്ന ഉത്തരങ്ങളും അത് തിരയുന്നു.